ഇവിടെ പ്രേക്ഷകരെ ന്യൂസ് മലയാളത്തിന്റെ പ്രഥമ ബിസിനസ് അവാർഡ് വിതരണം ഇന്നാണ്. അല്പസമയത്തിനകം തന്നെ കൊച്ചിയിൽ ആരംഭിക്കും. ലേ മെറിഡിയൻ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി പി രാജീവ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വ്യവസായ രംഗത്ത് മിന്നുന്ന നേട്ടങ്ങൾ കരസ്ഥമാക്കിയവർക്കാണ് പുരസ്കാരങ്ങൾ നൽകുക. അബ്ദുൾ റഹീം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. റഹീമെ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? അതിഥികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? സേതു, ന്യൂസ് മലയാളത്തിൻ്റെ പ്രഥമ ബിസിനസ് കോൺക്ലേവ് അവാർഡ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം കൊച്ചിയിൽ ലേ മെറിഡിയൻ ഹോട്ടലിൽ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഗസ്റ്റുകൾ അല്പസമയത്തിനകം എത്തിച്ചേരും. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ തന്നെ അവാർഡിന് അർഹരായവർക്ക് ഈ പുരസ്കാരങ്ങൾ കൈമാറുകയും ചെയ്യുന്നത്. കൂടാതെ കൊച്ചി എറണാകുളം എം പി ആയിട്ടുള്ള ഹൈബി ഈഡൻ, അതുപോലെ തന്നെ ന്യൂസ് മലയാളത്തിൻ്റെ ചെയർമാൻ MD ഉൾപ്പെടെയുള്ള ആളുകളും അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. ഇപ്പോൾ അവസാനവട്ട ഒരുക്കങ്ങൾ ഇവിടെ കൊച്ചി ലേ മെറിഡിയൻ ഹോട്ടലിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം കൂടിയാണെന്ന്. കാരണം ന്യൂസ് മലയാളത്തിൻ്റെ പ്രഥമ ബിസിനസ് കോൺക്ലേവ് അവാർഡുകളാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്. ഈ ബിസിനസ് മേഖലയിൽ വളരെ പ്രാവീണ്യം തെളിയിച്ച ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്നത് പ്രധാനമായും 8 വിഭാഗങ്ങളിലായാണ് ഈ ഒരു അവാർഡുകൾ വിതരണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഓരോ കാര്യത്തിലും, അതായത് ഓരോ വിഭാഗത്തിലും ആ രീതിയിൽ തന്നെ കരുത്ത് തെളിയിച്ച അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച ആളുകൾക്കുള്ളതാണ്. ഒന്ന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് നൽകുന്നത്. കൂടാതെ യങ് ഓണ്ടർപ്രണർ അവാർഡ് നൽകുന്നുണ്ട്. ഫാസ്റ്റ് ഗ്രോയിങ് എഡ്യൂക്കേഷണൽ സ്റ്റാർട്ടപ്പ് അവാർഡുകൾ നൽകുന്നുണ്ട്. കൂടാതെ ടെക്സ്റ്റൈൽ എന്റർപ്രണർ ഓഫ് ദ ഇയർ അവാർഡ് നൽകുന്നുണ്ട്. ട്രസ്റ്റഡ് ഹൈജീനിക് സ്പൈസസ് അവാർഡ് നൽകുന്നുണ്ട്. മോസ്റ്റ് ട്രസ്റ്റഡ് ഓവർസിയർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് അവാർഡുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ബ്രാൻഡ് ഓഫ് ദ ഇയർ അവാർഡ് അങ്ങനെ നൽകുന്നുണ്ട്. പ്രോജക്ട് കൺസൾട്ടന്റ് ആൻഡ് ബിസിനസ് അഡ്വൈസ് അവാർഡ്. ഇങ്ങനെ 8 വിഭാഗങ്ങളിലായുള്ള അവാർഡുകളാണ് പ്രധാനമായും ഇന്ന് നടക്കുന്ന ഈ ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കൈമാറുന്നത്. അല്പസമയത്തിനകം തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി, അതായത് നമ്മുടെ ചീഫ് ഗസ്റ്റ് അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. കൂടാതെ നമ്മുടെ ഈ അവാർഡ് അർഹരായിട്ടുള്ള ആളുകളും അല്പസമയത്തിനകം തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചേരും. അതിൻ്റെ വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. സേതു. ഓക്കെ റഹീമേ, ശരി. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ആർക്കൊക്കെയാണ് അവാർഡ് കൊടുക്കുന്നത്, അവാർഡ് പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണെന്ന് കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് SLK ഫുഡ് പ്രോസസിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ M ഖാലിദിനാണ്. യങ് ഓൺടർപ്രണർ അവാർഡ് ബഫ് ക്ലീനിംഗ് പ്രോഡക്ട്സ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷഹസൂർ CKയ്ക്കാണ്. ഫാസ്റ്റ് ഗ്രോയിങ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പ് അവാർഡ് ഹാർവെസ്റ്റ് എഡ്യൂക്കേഷൻ ഫൗണ്ടറും CEOയുമായ അൻസാർ കേറ്റിക്ക്. ടെക്സ്റ്റൈൽ ഓൺടർപ്രണർ ഓഫ് ദ ഇയർ അവാർഡ് ഫാമിലി വെഡിംഗ് ഗ്രൂപ്പിനാണ്. കഠിനാധ്വാനവും ആത്മവിശ്വാസവും സത്യസന്ധതയും ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് എന്നതിന് ഉദാഹരണമാണ് ഈ ഫാമിലി വെഡിംഗ് ഗ്രൂപ്പ്. ട്രസ്റ്റഡ് ഹൈജീനിക് സ്പൈസസ് അവാർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് റെഡ്കോ കേരള ലിമിറ്റഡിനെയാണ്. ചെയർമാൻ സുരേന്ദ്രൻ M-ന്റെ നേതൃത്വത്തിലുള്ള മാതൃകാപരമായ മികവിന് ട്രസ്റ്റഡ് ഹൈജീനിക് സ്പൈസസ് അവാർഡ് നൽകി ന്യൂസ് മലയാളം ഇന്ന് ആദരിക്കും. മോസ്റ്റ് ട്രസ്റ്റഡ് ഓവർസിയേഴ്സ് എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് അവാർഡ് പുരസ്കാരം നൽകി ആദരിക്കുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടിംഗ് മാനേജിംഗ് ഡയറക്ടറായ മനോജ് PA ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ബ്രാൻഡ് ഓഫ് ദ ഇയർ അവാർഡ് ഈ പുരസ്കാരം നൽകുന്നത് ഡെൻവുഡിനാണ്. പ്രോജക്ട് കൺസൾട്ടന്റ് ആൻഡ് ബിസിനസ് അഡ്വൈസർ അവാർഡ് പുരസ്കാരം നൽകി ആദരിക്കുന്നത് എഡിൻവുഡ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ EV അബ്ദുൾ റഹ്മാനെയാണ്. ഇവരൊക്കെയാണ് പുരസ്കാര ജേതാക്കൾ. അല്പസമയത്തിനകം തന്നെ കൃത്യം 6 മണിയോടുകൂടി തന്നെ പരിപാടികൾക്കൊക്കെ തുടക്കമാകും കൊച്ചി ലേ മെറിഡിയൻ ഹോട്ടലിൽ.